അധ്യായം 46. നിരാഹാരയായ യോഗിനി. സർ, ഇന്ന് പ്രഭാതത്തിൽ നാം എവിടേക്കാണ്? ഫോർഡ് ഓടിക്കുകയായിരുന്നു മിസ്റ്റർ റൈറ്റ്. അദ്ദേഹം ഒരല്പനേരത്തേക്ക് തൻ്റെ കണ്ണുകൾ റോഡിൽ നിന്ന് പിൻവലിച്ച് ചോദ്യരൂപത്തിലുള്ള കുസൃതി പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഓരോ ദിവസവും ബംഗാളിൻ്റെ ഏത് ഭാഗമാണ് ഇനി കാണാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഈശ്വരൻ കനിഞ്ഞാൽ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം ദർശിക്കാനാണ് നാം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഞാൻ ഭക്തിയോടെ പറഞ്ഞു. വെറും വായുഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു യോഗിനി. തെരേസ നൊയ്മാന് ശേഷം അത്ഭുതങ്ങളുടെ ആവർത്തനങ്ങൾ തന്നെ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും മിസ്റ്റർ റൈറ്റ് ആകാംക്ഷയോടെ ചിരിച്ചു. മാത്രമല്ല, കാറിൻ്റെ ഗതിവേഗം കൂട്ടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിന് അത്യസാധാരണമായ മറ്റൊരു വിഷയം. ഒരു ശരാശരി സഞ്ചാരിയുടെ യാത്രാവിവരണം അല്ലതാനും അത്. റാഞ്ചി സ്കൂൾ ഞങ്ങളുടെ പിന്നിൽ മറഞ്ഞു. ഞങ്ങൾ സൂര്യോദയത്തിനു മുമ്പ് ഉണർന്നെഴുന്നേറ്റിരുന്നു. എൻ്റെ സെക്രട്ടറിക്കും എനിക്കും പുറമെ 3 ബംഗാളി സുഹൃത്തുക്കൾ കൂടി സംഘത്തിലുണ്ടായിരുന്നു. പ്രഭാതത്തിൻ്റെ പ്രകൃതിദത്തമായ മുന്തിരിച്ചാറ്, ഹർഷോന്മാദം പകരുന്ന കുളിർകാറ്റ് ഞങ്ങൾ ആവോളം പാനം ചെയ്തു. കാലേ ഉണർന്ന ഗ്രാമീണ കർഷകരുടെയും കാളവണ്ടികളുടെയും ഇടയിലൂടെ ഞങ്ങളുടെ ഡ്രൈവർ കാർ ശ്രദ്ധാപൂർവം നിയന്ത്രിച്ചു. തടിച്ച് ഉയർന്നു നിന്ന ഉപ്പൂണിയുള്ള കാളകൾ, മന്ദഗതിയിൽ വലിച്ച ഈ ഇരുചക്രവാഹനങ്ങൾ, ഹോൺ മുഴക്കുന്ന ഒരു കടന്നുകയറ്റക്കാരനുമായി പാതയ്ക്കുള്ള അവകാശം ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്നു. സർ, നിരാഹാരയായ ആ യോഗിനിയെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതലറിയാൻ ആഗ്രഹമുണ്ട്. അവരുടെ പേര് ഗിരിബാല എന്നാണ്. സ്ഥിതിലാൽ നന്ദി എന്ന ഒരു പണ്ഡിതനിൽ നിന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെപ്പറ്റി ആദ്യമായി കേട്ടത്. എൻ്റെ സഹോദരൻ വിഷ്ണുവിനെ പഠിപ്പിക്കാൻ അദ്ദേഹം ഗർപാർ റോഡിലുള്ള എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഞാൻ സഹചാരികളോട് പറഞ്ഞു, എനിക്ക് ഗിരിബാലയെ നന്നായി അറിയാം. സ്ഥിതി ബാബു എന്നോട് പറഞ്ഞു, ആഹാരം കൂടാതെ കഴിയാൻ അവർ ഒരു പ്രത്യേക യോഗവിദ്യ അവലംബിക്കുന്നു. ഉത്തരബംഗാളിൽ ഇച്ഛാപുരത്തിനടുത്ത നവാബ്ഗഞ്ചിൽ ഞാൻ അവരുടെ അടുത്ത അയൽക്കാരനായിരുന്നു. അവരെ അടുത്തു നിരീക്ഷിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവർ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചിരുന്നതായി ഒരു തെളിവും എനിക്ക് കിട്ടിയില്ല. എൻ്റെ താൽപ്പര്യം അത്രയധികം വർദ്ധിച്ചപ്പോൾ ഞാൻ ബർദ്വാനിലെ മഹാരാജാവിനെ ചെന്ന് കണ്ട് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. ഈ കഥ കേട്ട് അത്ഭുതാധീനനായ രാജാവ് അവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. പരിശോധനയ്ക്കു സമ്മതിച്ച അവർ അദ്ദേഹത്തിൻ്റെ വസതിയിലെ ഒരു ചെറിയ ഭാഗത്ത് അടയ്ക്കപ്പെട്ട് 2 മാസം കഴിച്ചു. പിന്നീട് 20 ദിവസത്തെ ഒരു സന്ദർശനത്തിനും 15 ദിവസത്തെ 3ാമത്തെ ഒരു പരീക്ഷയ്ക്കും അവർ കൊട്ടാരത്തിലെത്തി. ഈ 3 കഠിന പരിശോധനകളും അവരുടെ നിരാഹാരവ്രതം അദ്ദേഹത്തെ സംശയാതീതമായി ബോധ്യപ്പെടുത്തിയെന്ന് മഹാരാജാവ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്ഥിതി ബാബുവിൻ്റെ ഈ കഥ എൻ്റെ മനസ്സിൽ 25-ലേറെ കൊല്ലങ്ങളായി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു നിർത്തി. എനിക്ക് അവരെ കാണാൻ കഴിയുന്നതിനു മുമ്പ് കാലനദി ഈ യോഗിനിയെ വിഴുങ്ങിക്കളയുമോ എന്ന് അമേരിക്കയിൽ വച്ച് ഞാൻ പലപ്പോഴും സംശയിച്ചിരുന്നു. അവർക്ക് ഇപ്പോൾ പ്രായം വളരെയധികമായി കാണും. അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നും എങ്കിൽ എവിടെയെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാം പുരുലിയയിലെത്തും. അവരുടെ സഹോദരന് അവിടെ ഒരു വീടുണ്ട്. 10:30 മണിയോടുകൂടി ഞങ്ങളുടെ ചെറിയ സംഘം അവരുടെ സഹോദരനും പുരുലിയയിലെ ഒരു അഭിഭാഷകനുമായ ലംബോദര ദേയുമായി സംസാരിക്കുകയായിരുന്നു. അതെ, എൻ്റെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇവിടെ എന്നോടൊത്തു താമസിക്കും. പക്ഷേ ഇപ്പോൾ അവർ ഞങ്ങളുടെ ബിയ്യൂരിലെ കുടുംബ വീട്ടിലാണ്. ലംബോദര ബാബു ഫോർഡിനെ ശങ്കയോടെ നോക്കി. സ്വാമിജി, ഉൾപ്രദേശമായ ബിയ്യൂരിൽ ഇതുവരെ ഏതെങ്കിലും ഒരു കാർ ചെന്നെത്തിയിട്ടുള്ളതായി ഞാൻ കരുതുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു കാളവണ്ടിയുടെ കുലുക്കങ്ങൾ സഹിച്ചുകൊള്ളാൻ തയ്യാറാവുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളുടെ ചെറുസംഘം ഡെട്രോയിറ്റിൻ്റെ അഭിമാനത്തോട് ഏകസ്വരത്തിൽ കൂറു പ്രഖ്യാപിച്ചു. ഈ ഫോർഡ് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ബംഗാളിൻ്റെ ഹൃദയവുമായി പരിചയപ്പെടാൻ അതിന് ഒരവസരം നഷ്ടപ്പെടുത്തുന്നത് ലജ്ജാകരമാണ്. ഞാൻ നിയമജ്ഞനോട് പറഞ്ഞു, വിഘ്നേശ്വര ഭഗവാനും നിങ്ങളോടൊത്ത് വന്നോട്ടെ.
ലംബോദര ബാബു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഭവ്യതയോട് കൂട്ടിച്ചേർത്തു, നിങ്ങൾക്ക് അവിടെ എത്തിപ്പറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്നതിൽ ഗിരിബാലയ്ക്ക് സന്തോഷമായിരിക്കും. അവർക്ക് 70 വയസ്സാകാൻ പോകുന്നു. എങ്കിലും നല്ല ആരോഗ്യമുണ്ട്. പറയൂ സർ, അവർ ആഹാരമൊന്നും കഴിക്കില്ല എന്നത് പരിപൂർണമായും സത്യമാണോ? ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവയാണല്ലോ മനസ്സിൻ്റെ സത്യമോതുന്ന ജാലകങ്ങൾ. അത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടം തുറന്നതും മാന്യവുമായിരുന്നു. 5 ദശവർഷക്കാലമായി അവർ ഒരു വറ്റു തിന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലോകം പെട്ടെന്ന് അവസാനിച്ചുവെന്ന് വന്നാലും എൻ്റെ സഹോദരി ആഹാരം കഴിക്കുന്നത് കാണുന്നതിലായിരിക്കും ഞാൻ കൂടുതൽ അത്ഭുതസ്തബ്ധനാവുക. ഈ 2 പ്രപഞ്ച സംഭവങ്ങളുടെയും അസംഭാവ്യതയിൽ ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു. തൻ്റെ യോഗാനുഷ്ഠാനങ്ങൾക്കായി ഗിരിബാല ആർക്കും അപ്രാപ്യമായ ഒരേകാന്തത ഒരിക്കലും തേടിയിരുന്നില്ല. ലംബോദര ബാബു തുടർന്നു. അവരുടെ ജീവിതം മുഴുവനും കുടുംബാംഗങ്ങളും സ്നേഹിതരുമായാണ് അവർ കഴിച്ചിട്ടുള്ളത്. അവരെല്ലാം ഗിരിബാലയുടെ വിസ്മയകരമായ അവസ്ഥയുമായി ഇപ്പോൾ നന്നേ പരിചയിച്ചിരിക്കുന്നു. ഗിരിബാല എന്തെങ്കിലും കഴിക്കാൻ പെട്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവരിൽ ഒരാൾ പോലും അത്ഭുതപ്പെടാതുണ്ടാവില്ല. ഒരു ഹിന്ദു വിധവയ്ക്ക് ചേരുന്ന രീതിയിൽ ഒതുങ്ങിയാണ് സഹോദരി കഴിയുന്നതെങ്കിലും പുരുലിയയിലും ബിയൂരിലുമുള്ള പരിമിതമായ വൃത്തത്തിൽ അവരെ അക്ഷരാർത്ഥത്തിൽ അത്യസാധാരണയായ ഒരു സ്ത്രീയായി എല്ലാവരും അറിയുന്നു. ആ സഹോദരൻ്റെ ആത്മാർത്ഥത വ്യക്തമായിരുന്നു. ഞങ്ങളുടെ ചെറിയ സംഘം അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞിട്ട് ബിയൂരിന് തിരിച്ചു. കറിയും ലുച്ചിയും വാങ്ങാൻ വഴിയിലെ ഒരു കടയിൽ ഞങ്ങൾ നിന്നു. മിസ്റ്റർ റൈറ്റ് ലളിതമായ ഭാരതീയ രീതിയിൽ കൈകൊണ്ട് ആഹാരം കഴിക്കുന്നത് കാണാൻ ഒരു പറ്റം തെരുവു കുട്ടികൾ ചുറ്റും കൂടി. ഏറെ ദുർഘടം പിടിച്ച ഒന്നായിരിക്കും വരാനിരിക്കുന്ന സായാഹ്നമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അതിനെതിരെ ഞങ്ങൾക്ക് സ്വയം ശക്തി സംഭരിക്കുവാൻ നല്ല വിശപ്പ് ഇടയാക്കി. സൂര്യാതപത്തിൽ വരണ്ട നെൽപ്പാടങ്ങളിൽ കൂടി കിഴക്കോട്ട് നീണ്ട പാത ഞങ്ങളെ ബംഗാളിലെ ബർദ്വാൻ ഭാഗത്തേക്ക് നയിച്ചു. തിങ്ങിയ സസ്യജാലങ്ങൾ വരിനിന്ന പാതയിലൂടെ മുമ്പോട്ട് ഞങ്ങൾ നീങ്ങി. കുടപോലെ പന്തലിച്ചു നിന്ന വൃക്ഷശാഖകളിൽ നിന്ന് മൈനകളുടെയും വരയൻ കഴുത്തുള്ള ബുൾബുളുകളുടെയും ഗാനങ്ങൾ ഒഴുകിവന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാളവണ്ടി കടന്നുപോകും. അതിൻ്റെ അക്ഷദണ്ഡിൻ്റെയും തടിച്ചക്രങ്ങളുടെയും റിനി റിനി മഞ്ജു മഞ്ജു എന്ന ഞരക്കം ടാറിട്ട രാജപാതയിലെ കാറുകളുടെ ചക്രങ്ങൾ ഉരയുന്ന സീത്കാരത്തോട് അതിനുള്ള വലിയ അന്തരം ബോധ്യമാക്കി. ഡിക്ക്, നിർത്തൂ! എൻ്റെ ഛടിതിയിലുള്ള അഭ്യർത്ഥന ഫോർഡിൽ നിന്ന് നടുക്കത്തിൻ്റെ ഒരു പ്രതിഷേധമുണ്ടാക്കി. മാമ്പഴങ്ങൾ കൊണ്ട് ഭാരം പേറുന്ന ആ മാവ് നമ്മെ ഏറെക്കുറെ ഉച്ചത്തിൽ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ 5 പേരും മാമ്പഴം നിറയെ വീണുകിടക്കുന്ന സ്ഥലത്തേക്ക് കുട്ടികളെപ്പോലെ ഓടി. പഴങ്ങൾ പാകമായപ്പോൾ ആ വൃക്ഷം കൃപയോടെ അവ പൊഴിച്ചിരുന്നു. എത്രയോ മാമ്പഴങ്ങൾ ആരും കാണാതെ താഴെ വീണുകിടക്കാനും കല്ലു നിറഞ്ഞ നിലത്ത് സ്വന്തം മാധുര്യം പാഴാക്കിക്കളയാനുമായി ജനിക്കുന്നു. ഞാൻ ഒരു കാവ്യാനുകരണം നടത്തി. ഇതിനു തുല്യമായി ഒന്നും അമേരിക്കയിലില്ല, അല്ലേ സ്വാമിജി? എൻ്റെ ബംഗാളി വിദ്യാർത്ഥി ശൈലേഷ് മജൂംദാർ ചിരിച്ചു. ഇല്ല. മാമ്പഴച്ചാറും സംതൃപ്തിയും കൊണ്ട് നിറഞ്ഞ ഞാൻ സമ്മതിച്ചു. പാശ്ചാത്യദേശത്ത് മാമ്പഴം എനിക്ക് എത്രമാത്രം അപ്രാപ്യമായിരുന്നു. മാമ്പഴമില്ലാത്ത ഹിന്ദുവിൻ്റെ സ്വർഗം സങ്കല്പിക്കാൻ തന്നെ ഏതാണ്ട് അസാധ്യമാണ്. ഒരു കല്ലെടുത്തെറിഞ്ഞ് ഏറ്റവും ഉയർന്ന കൊമ്പിൽ നിന്നും ഒരു പ്രൗഢസുന്ദരിയെ ഞാൻ താഴെ വരുത്തി. മധ്യരേഖാപ്രദേശത്തെ സൂര്യൻ ഊഷ്മളമാക്കിയ ഈ അമൃതം കടിച്ചെടുത്ത് ആസ്വദിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഡിക്ക്, ക്യാമറകളെല്ലാം കാറിലുണ്ടല്ലോ? ഉണ്ട്, ഡിക്കിയിലിരിക്കുന്നു. ഗിരിബാല ഒരു വിശുദ്ധ മഹതിയാണെന്ന് ബോധ്യമായാൽ അവരെപ്പറ്റി പാശ്ചാത്യ രാജ്യത്ത് വെച്ച് എനിക്ക് എഴുതണം. അവരെപ്പോലെ ഇത്ര പ്രചോദനാത്മകമായ സിദ്ധികളുള്ള ഒരു ഹിന്ദു യോഗിനി ആരുമറിയാതെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തുകൂടാ. ഈ മാമ്പഴങ്ങളിൽ മിക്കതും പോലെ. അരമണിക്കൂറിന് ശേഷവും ഞാൻ ആ കാനനഭംഗിയുടെ പ്രശാന്തിയിൽ വിഹരിക്കുകയായിരുന്നു. സർ, സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് നമുക്ക് ഗിരിബാലയുടെ അടുത്തെത്തണം. എങ്കിലേ പടങ്ങളെടുക്കാൻ തക്ക പ്രകാശം ലഭിക്കൂ. മിസ്റ്റർ റൈറ്റ് ചിരിച്ചുകൊണ്ട് തുടർന്നു. പാശ്ചാത്യർ സംശയാലുക്കളാണ്. ചിത്രങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വിശുദ്ധിയെപ്പറ്റി അവർ വിശ്വസിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. ഈ വിജ്ഞാനശകലം തർക്കമറ്റതായിരുന്നു. പ്രലോഭനത്തിന് വഴങ്ങാതെ ഞാൻ കാറിൽ കയറി.
കാർ ഓടിത്തുടങ്ങിയപ്പോൾ ഞാൻ നെടുവീർപ്പോടെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഡിക്ക്. ഈ മാമ്പഴ സ്വർഗത്തെ പാശ്ചാത്യരുടെ യാഥാർത്ഥ്യബോധത്തിൻ്റെ പീഠത്തിൽ ഞാൻ ബലിയർപ്പിക്കുന്നു. ഫോട്ടോകൾ നമുക്ക് കൂടിയേ തീരൂ. പാത കൂടുതൽ കൂടുതൽ ദുരിതപൂർണമായി തീർന്നു. വണ്ടിച്ചക്രച്ചാലുകളുടെ ചുളിവുകളും ഉറച്ചു കട്ടിപിടിച്ച ചെളിമൺ കുരുക്കളും, വാർദ്ധക്യത്തിൻ്റെ ശോചനീയ ദൗർബല്യങ്ങൾ. കൂടുതൽ എളുപ്പത്തിൽ മിസ്റ്റർ റൈറ്റിന് കാറ് വളച്ചു തിരിച്ചു നീക്കാനായി ഞങ്ങളുടെ സംഘം ഇടയ്ക്കിടെ കാറിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തു. ഞങ്ങൾ 4 പേരും പിന്നിൽ നിന്ന് ഫോർഡ് തള്ളിക്കൊടുക്കുകയും ചെയ്തു. ലംബോദര ബാബു സത്യമാണ് പറഞ്ഞത്. ശൈലേഷ് സമ്മതിച്ചു. കാറ് നമ്മെയല്ല, നാം കാറിനെയാണ് വഹിച്ചുകൊണ്ടു പോകുന്നത്. കൗതുകകരമായ ലാളിത്യത്തിൻ്റെ രംഗമായ ഓരോ ഗ്രാമത്തിൻ്റെയും കാഴ്ച ഇടയ്ക്കിടെ വാഹനത്തിൽ കയറുക ഇറങ്ങുക എന്ന മുഷിച്ചിൽ ലഘൂകരിച്ചു. 1936 മെയ് 5 തീയതിയിലെ തൻ്റെ യാത്രാ ഡയറിയിൽ മിസ്റ്റർ റൈറ്റ് എഴുതി, കാടിൻ്റെ ശീതളഛായയിൽ ഒതുങ്ങിക്കൂടുന്ന പുരാതനവും നിഷ്കളങ്കവുമായ ഗ്രാമങ്ങളിലെ തെങ്ങിൻതോപ്പുകളിലൂടെ ഞങ്ങളുടെ പാത വളഞ്ഞു തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങി. ഈശ്വരൻ്റെ ഏതെങ്കിലുമൊരു നാമം വാതിൽക്കൽ എഴുതി അലങ്കരിച്ച ഓലമേഞ്ഞ ഈ മൺകുടിലുകളുടെ കൂട്ടങ്ങൾ അത്യധികം കൗതുകം ജനിപ്പിച്ചു. കാളകളില്ലാത്ത ഒരു വലിയ കറുത്ത വണ്ടി അവരുടെ ഗ്രാമത്തിലൂടെ ഭ്രാന്തമായ വേഗത്തിൽ പാഞ്ഞു പോകുന്നത് കണ്ട് ഒന്നും അറിയാതെ കളിച്ചുകൊണ്ടിരുന്ന നഗ്നരായ അനേകം കുട്ടികൾ ഒന്നുകിൽ മിഴിച്ചു നോക്കുകയോ അല്ലെങ്കിൽ പേടിച്ചോടുകയോ ചെയ്തു. നിഴലുകളുടെ പിന്നിൽ നിന്ന് സ്ത്രീകൾ ഒളിഞ്ഞു നോക്കുക മാത്രം ചെയ്തു. തങ്ങളുടെ കൗതുകം ഉദാസീനതയിൽ മറച്ച പുരുഷന്മാർ വഴിയരികിലെ മരച്ചോടുകളിൽ അലസമായി കിടന്നു. ഒരിടത്ത് ഗ്രാമീണർ ആകമാനം ഒരു വലിയ കുളത്തിൽ ഉടുതുണിയോടെ രസിച്ചു കുളിക്കുകയായിരുന്നു. അവർ നനഞ്ഞ വസ്ത്രം മാറുന്നത് ഉണങ്ങിയ വസ്ത്രം മേൽചുറ്റി നനഞ്ഞത് താഴേക്കിട്ടാണ്. വലിയ പിത്തളക്കുടങ്ങളിൽ സ്ത്രീകൾ വീടുകളിലേക്ക് വെള്ളം ചുമന്നുകൊണ്ടുപോയി. കൂനകൾക്കും പാത്തികൾക്കും മീതെ കൂടി റോഡ് ഞങ്ങളെ രസകരമായി ഇട്ടോടിച്ചു. പൊങ്ങിയും താണും ആടിയുലഞ്ഞും ചെറിയ തോടുകളിൽ ചാടിയും പണിതീരാത്ത ചിറകൾ ഒഴിവാക്കി വഴിമാറിയും ഉണങ്ങിയ മണൽ നിറഞ്ഞ നദീതടങ്ങളിലൂടെ തെന്നിത്തെറിച്ചും ഒടുവിൽ വൈകുന്നേരം 5 മണിയോടെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ബിയൂരിന് വളരെ അടുത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ബെങ്കുറ താലൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ചെറിയ ഗ്രാമം ഇടതൂർന്നു വളർന്ന മരങ്ങളുടെ പച്ചിലച്ചാർത്തിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുന്നു. ഇത് വർഷകാലത്ത് യാത്രക്കാർക്ക് അപ്രാപ്യമാണെന്ന് ഞങ്ങൾ കേട്ടു. അപ്പോൾ മഴയിൽ പുഴകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് അതിശക്തമായി ഒഴുകുകയും പാതകൾ സർപ്പങ്ങളെപ്പോലെ ചേർന്ന വിഷം വമിക്കുകയും ചെയ്യും. ഏകാന്തമായ ഒരു വെളിസ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കൂട്ടം ഭക്തജനങ്ങളോട് ഒരു വഴികാട്ടിയെ തേടിയപ്പോൾ 1 ഡസൻ അല്പവസ്ത്രധാരികളായ പയ്യന്മാർ ഞങ്ങളെ പൊതിഞ്ഞു. അവർ കാറിൻ്റെ വശത്ത് വലിഞ്ഞു കയറി ഞങ്ങൾക്ക് ഗിരിബാലയെ കാട്ടിത്തരാൻ ഉത്സാഹം കാണിച്ചു. ഏതാനും മൺവീടുകൾക്ക് തണലേകിയ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് പാത പോയി. പക്ഷേ അവിടെ എത്തുന്നതിനു മുമ്പ് അപായകരമായ നിലയിൽ ഒരു നിമിഷ നേരത്തേക്ക് ഫോർഡ് ഒന്ന് ചരിഞ്ഞ് മേലേക്ക് പൊന്തി താഴേക്ക് വന്നു വീണു. മരങ്ങളും കുളങ്ങളും ചുറ്റി മൺതിട്ടകളും ആഴമുള്ള കുഴികളും പാത്തികളും കയറിയിറങ്ങി ഇടുങ്ങിയ വഴി നീണ്ടു. ഏതാനും കുറ്റിച്ചെടികളുടെ മീതെ കാറ് ഉടക്കി ഒരു മൺകൂനയിൽ തറച്ചു നിന്നു. അടിയിൽ മൺകട്ടകളിട്ട് വണ്ടി ഉയർത്തേണ്ടി വന്നു. സാവധാനമായും ശ്രദ്ധാപൂർവവും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വണ്ടിച്ചക്രങ്ങളുണ്ടാക്കിയ പാത്തികൾക്ക് നടുവിൽ തിങ്ങിവളർന്ന ഒരു കുറ്റിക്കാട് പെട്ടെന്ന് വഴി അടച്ചുകളഞ്ഞു. കിഴുക്കാം തൂക്കായ ഒരു ചരിവിലൂടെ വരണ്ടുകിടന്ന ഒരു കുളത്തിലേക്ക് ഞങ്ങൾക്ക് ഒരു മറുവഴി കണ്ടെത്തേണ്ടി വന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ മണ്ണുമാന്തി നിരപ്പാക്കുകയും വെട്ടിക്കോരി നീക്കുകയും വേണ്ടി വന്നു. വീണ്ടും വീണ്ടും വഴി അഗമ്യമായി തോന്നി. എങ്കിലും ഞങ്ങളുടെ തീർത്ഥയാത്ര തുടരാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. 100 കണക്കിന് കുട്ടികളും അച്ഛനമ്മമാരും കണ്ണുനട്ട് നോക്കി നിൽക്കുന്നതിനിടയിൽ സഹായിക്കാൻ തയ്യാറായ ഏതാനും ആൺകുട്ടികൾ മൺവെട്ടികൾ കൊണ്ടുവന്ന് ദുർഘടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിത്തന്നു. ശ്രീ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ. 2 പാത്തികൾ വീണിരുന്ന പഴഞ്ചൻ വഴിയിലൂടെ ഞങ്ങൾ കുറേശ്ശെ മുന്നോട്ട് നീങ്ങി.
കുടിലുകളുടെ വാതിൽക്കൽ നിന്ന് വിടർന്ന കണ്ണുകളോടെ സ്ത്രീകൾ ഞങ്ങളെ ഉറ്റുനോക്കി. പുരുഷന്മാർ വശങ്ങളിലും പിന്നാലെയും ഞങ്ങളുടെ കൂടെ കൂടി. കുട്ടികൾ പിറകെ ചറുപിറെ ഓടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പുകൂട്ടി. ഈ പാതകളിലൂടെ ആദ്യം കടന്നുവന്ന മോട്ടോർ കാർ ഒരുപക്ഷെ ഞങ്ങളുടേതായിരിക്കണം. കാളവണ്ടി സംഘടന ഇവിടെ സർവശക്തമായിരിക്കണം. ഒരു അമേരിക്കക്കാരൻ നിയന്ത്രിക്കുന്ന ഒരു സംഘം മുക്രയിടുന്ന ഒരു കാറിൽ നേരെ അവരുടെ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലേക്ക്, അതിൻ്റെ ചിരപുരാതനമായ ഏകാന്തതയെയും വിശുദ്ധിയെയും ആക്രമിച്ച് കീഴടക്കി കടന്നുവരിക. എന്തൊരു കോളിളക്കമാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്! ഒരു ഇടുങ്ങിയ വഴിയിൽ കാറു നിർത്തിയപ്പോൾ ഗിരിബാലയുടെ പിതൃഗൃഹത്തിന് 100 അടി അടുത്തെത്തിയിരുന്നു ഞങ്ങൾ. പരുക്കനായ ഒരു പരിസമാപ്തി കൊണ്ട് വിജയം കുറിച്ച സുദീർഘമായ റോഡ് യാത്രയുടെ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ സാഫല്യത്തിൻ്റെ ഹർഷാവേശം അനുഭവിച്ചു. ചുറ്റുപാടുമുള്ള മൺകുടിലുകളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഇഷ്ടികയും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ഇരുനില കെട്ടിടത്തെ ഞങ്ങൾ സമീപിച്ചു. ആ കെട്ടിടത്തിന് കേടുപാട് പോക്കൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നത് കാരണം ഉഷ്ണമേഖലാ പ്രദേശത്ത് സർവ്വസാധാരണമായ മുളയുടെ ചട്ടക്കൂട് അതിനു ചുറ്റുമുണ്ടായിരുന്നു. ദൈവികമായ വിശപ്പില്ലായ്മയുടെ സ്പർശത്താൽ അനുഗ്രഹീതയായ ആ മഹതിയുടെ വീടിനു മുന്നിലെ തുറന്ന വാതിൽക്കൽ അത്യധികം പ്രതീക്ഷയോടും അടക്കിയ ആഹ്ലാദത്തോടും ഞങ്ങൾ നിന്നു. ഈ അഭൂതപൂർവമായ ദൃശ്യം വീക്ഷിച്ച ചെറുപ്പക്കാരും പ്രായം ചെന്നവരും വസ്ത്രം ധരിച്ചവരുമല്ലാത്തവരുമായ ഗ്രാമീണരെല്ലാം വാ പൊളിച്ചു തന്നെ നിന്നിരുന്നു. സ്ത്രീകൾ ഒരൽപ്പം അകന്നു നിന്നിരുന്നെങ്കിലും അവർക്കും കൗതുകം കുറവായിരുന്നില്ല. പുരുഷന്മാരും കുട്ടികളുമാകട്ടെ ഒരു നാണവുമില്ലാതെ ഞങ്ങളുടെ പിന്നാലെ കൂടി. അധികം താമസിയാതെ പൊക്കം കുറഞ്ഞ ഒരു രൂപം വാതിൽക്കൽ കാണായി. ഗിരിബാല. മങ്ങിയ മഞ്ഞപ്പട്ട് വസ്ത്രം പുതച്ചിരിക്കുകയായിരുന്നു അവർ. തൻ്റെ സ്വദേശി വസ്ത്രത്തിൻ്റെ മുകൾ ഭാഗം അല്പം പൊക്കി ഞങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തികച്ചും ഭാരതീയമായ രീതിയിൽ ഒതുക്കത്തോടും സങ്കോചത്തോടും അവർ മുന്നോട്ടു വന്നു. ശിരോവസ്ത്രത്തിൻ്റെ നിഴലിൽ അവരുടെ കണ്ണുകൾ എരിയുന്ന തീക്കനൽ പോലെ തിളങ്ങി. സ്നേഹനിർഭരവും ഏറ്റവും ദയാമയവുമായ അവരുടെ മുഖം ഞങ്ങളെ ആകർഷിച്ചു. സാക്ഷാത്കാരത്തിൻ്റെയും അറിവിൻ്റെയും ലൗകിക മമതകളിൽ നിന്നുള്ള പരിപൂർണ വിമുക്തിയുടെയും ഒരു മുഖം. അവർ ഏറെ സങ്കോചത്തോടെ അടുത്തുവന്നു. നിശ്ചലവും ചലിക്കുന്നതുമായ ചിത്രങ്ങളെടുക്കാനുള്ള ഞങ്ങളുടെ ക്യാമറകൾ കൊണ്ട് ധാരാളം ഫോട്ടോകളെടുക്കാൻ അവർ നിശബ്ദമായി സമ്മതിച്ചു. ഫോട്ടോ എടുക്കുന്നതിന് ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഞങ്ങളുടെ സാങ്കേതിക ക്രമീകരണങ്ങൾ അവർ ക്ഷമയായും ശാലീനമായും സഹിച്ച് ഇരുന്നു തന്നു. 50 വർഷങ്ങളിലധികമായി ഭക്ഷണപാനീയങ്ങൾ കൂടാതെ ജീവിച്ചിരുന്നു എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു മഹതിയുടെ ചിത്രങ്ങൾ അങ്ങനെ ഞങ്ങൾ ഭാവി തലമുറയ്ക്കു വേണ്ടി രേഖപ്പെടുത്തി. തെരേസ നോയ്മാൻ തീർച്ചയായും 1923 മുതൽ നിരാഹാരയാണ്. അവർ ഞങ്ങളുടെ മുമ്പിൽ നിന്നപ്പോൾ അവരുടെ മുഖഭാവം ഏറെയും മാതൃസമാനമായിരുന്നു. തൻ്റെ കൈകളും ചെറിയ കാലുകളുമൊഴിച്ച് ഒട്ടും തന്നെ കാണാനാകാത്തവണ്ണം അയഞ്ഞ ഒഴുകുന്ന വസ്ത്രം കൊണ്ട് അവർ ശരീരം പൂർണ്ണമായും പൊതിഞ്ഞിരുന്നു. അസാധാരണമായ പ്രശാന്തിയുടെയും നിഷ്കളങ്കമായ സമചിത്തതയുടെയും ഒരു മുഖമായിരുന്നു അത്. വിടർന്ന ശിശുസഹജമായ വിറകൊള്ളുന്ന ചുണ്ട്, സ്ത്രീത്വം സ്ഫുരിക്കുന്ന മൂക്ക്, ചെറിയ തിളങ്ങുന്ന കണ്ണുകൾ, ചിന്താകുലമായ പുഞ്ചിരി. ഗിരിബാലയെപ്പറ്റിയുള്ള മിസ്റ്റർ റൈറ്റിൻ്റെ ധാരണകൾ ഞാനും പങ്കിട്ടു. അവരുടെ സ്നിഗ്ധമായി തിളങ്ങുന്ന ശിരോവസ്ത്രം പോലെ തന്നെ ആത്മീയത അവരെ പൊതിഞ്ഞിരുന്നു. ഒരു സന്യാസിയെ ഒരു ഗൃഹസ്ഥാശ്രമി അഭിവാദനം ചെയ്യുന്ന പതിവ് രീതിയിൽ അവർ എൻ്റെ മുന്നിൽ പ്രണമിച്ചു. അവരുടെ ലാളിത്യത്തിൻ്റെ വശ്യതയും സൗമ്യമായ പുഞ്ചിരിയും തേൻ തൂകുന്ന വാക്ചാതുരിക്കപ്പുറമായ ഒരു സ്വാഗതം ഞങ്ങൾക്കോതി. പൊടിയിൽ കുളിച്ച കഠിനമായ യാത്ര ഞങ്ങൾ മറന്നേ പോയിരുന്നു. അധികം പൊക്കവും വണ്ണവുമില്ലാത്ത ആ സിദ്ധ വരാന്തയിൽ ചമ്രം പടിഞ്ഞ് ഇരുന്നു. പ്രായത്തിൻ്റെ അടയാളങ്ങൾ പേറിയിരുന്നുവെങ്കിലും അവർ ചടച്ചിരുന്നില്ല. ഒലീവ് നിറമാർന്ന അവരുടെ തൊലി തെളിഞ്ഞതും ആരോഗ്യം തുളുമ്പുന്നതുമായിരുന്നു. അമ്മേ, 25 കൊല്ലത്തിലധികമായി ഞാൻ ഈ ഒരു തീർത്ഥയാത്രയെപ്പറ്റി ആകാംക്ഷയോടെയാണ് ചിന്തിച്ചിരുന്നത്, ഞാൻ ബംഗാളിയിൽ പറഞ്ഞു.
അവിടത്തെ വിശുദ്ധമായ ജീവിതത്തെപ്പറ്റി സ്ഥിതിലാൽ നന്ദിബാബുവിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. അംഗീകാരത്തോടെ അവർ തലകുലുക്കി. നവാബ്ഗഞ്ചിലെ എൻ്റെ നല്ല അയൽക്കാരൻ. ആ കൊല്ലങ്ങളത്രയും ഞാൻ മഹാസമുദ്രങ്ങൾ കടന്ന് അപ്പുറത്തായിരുന്നു. എങ്കിലും അമ്മയെ എന്നെങ്കിലും ഒരിക്കൽ കാണണമെന്ന ആശയം ഒരിക്കലും മറന്നില്ല. ആരുടെയും ശ്രദ്ധയാകർഷിക്കാതെ അവിടുന്ന് ഇവിടെ അഭിനയിക്കുന്ന ഉത്കൃഷ്ടമായ ഈ നാടകം ആന്തരികമായ ദിവ്യാഹാരത്തെ ദീർഘകാലമായി മറന്നുകഴിഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിനു മുമ്പിൽ ഉദ്ഘോഷിക്കേണ്ടതാണ്. പ്രശാന്തമായ താൽപ്പര്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വിശുദ്ധ ഒരു മിനിറ്റുനേരം കണ്ണുകൾ ഉയർത്തി നോക്കി. ബാബയ്ക്ക് എല്ലാം ഏറെ നന്നായി അറിയാമല്ലോ, അവർ വിനീതമായി ഉത്തരം പറഞ്ഞു. അവരെ അവഹേളിക്കുകയാണെന്ന് അവർ കരുതാത്തതിൽ ഞാൻ സന്തോഷിച്ചു. പ്രസിദ്ധിയുടെയും പ്രചാരത്തിൻ്റെയും ആശയത്തോട് യോഗ്യമാരും യോഗ്യനിമാരും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അവർ അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നു. നിശബ്ദമായി തീവ്രമായ ആത്മീയ അന്വേഷണം തുടരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സാധകരുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ ജീവിതങ്ങൾ തുറന്നു കാട്ടാനുള്ള ഉചിതമായ സമയം വന്നെത്തുമ്പോൾ അവർക്ക് ആന്തരികമായ ഒരനുമതി ലഭിക്കുന്നു. അമ്മേ, അങ്ങനെയെങ്കിൽ നിരവധി ചോദ്യങ്ങൾ കൊണ്ട് അവിടത്തെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പൊറുക്കണം. ഇഷ്ടമുള്ളവയ്ക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അവിടുത്തെ നിശബ്ദതയും എനിക്ക് മനസ്സിലാകും. ഔദാര്യത്തിൻ്റെ ഒരാംഗ്യത്തോടെ അവർ കൈകൾ വീശി. എന്നെപ്പോലെ നിസ്സാരയായ ഒരു വ്യക്തിക്ക് തരാൻ കഴിയുന്നത്ര തൃപ്തികരമായ ഉത്തരങ്ങൾ തരാൻ എനിക്ക് സന്തോഷമാണ്. ഓ അല്ല, അവിടുന്ന് നിസ്സാരയല്ല. അങ്ങ് ഒരു ശ്രേഷ്ഠയായ മഹതിയാണ്, ഞാൻ ആത്മാർത്ഥതയോടെ തറപ്പിച്ചു പറഞ്ഞു. ഞാൻ എല്ലാവരുടെയും എളിയ ഒരു ദാസിയാണ്, അവർ കൗതുകകരമായി കൂട്ടിച്ചേർത്തു. ആഹാരമുണ്ടാക്കുവാനും ആളുകളെ ഊട്ടുവാനും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. നിരാഹാരയായ ഒരു സിദ്ധിയുടെ വിചിത്രമായ ഒരു നേരം പോക്ക്, ഞാൻ വിചാരിച്ചു. അമ്മേ, അവിടുത്തെ മുഖത്തുനിന്ന് തന്നെ കേൾക്കട്ടെ, അങ്ങ് നിരാഹാരയായാണോ ജീവിക്കുന്നത്? അത് സത്യമാണ്. ഏതാനും നിമിഷം അവർ നിശബ്ദയായിരുന്നു. മനസ്സിൽ കണക്കുകൂട്ടി ബന്ധപ്പെടുകയായിരുന്നു അവരെന്ന് അവരുടെ അടുത്ത പ്രസ്താവം വെളിവാക്കി. 12 വയസ്സും 4 മാസവും മുതൽ ഇപ്പോഴെൻ്റെ വയസ്സ് 68 വരെ 56 വർഷത്തിലേറെ കാലം ഞാൻ ആഹാരം കഴിക്കുകയോ പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്തിട്ടില്ല. ആഹാരം കഴിക്കാൻ ഒരിക്കലും കൊതി തോന്നാറില്ലേ? ആഹാരത്തിന് കൊതി തോന്നിയിരുന്നുവെങ്കിൽ എനിക്ക് കഴിക്കേണ്ടി വരുമായിരുന്നു. നിത്യവും 3 നേരത്തെ ആഹാരത്തെ കേന്ദ്രീകരിച്ച് വട്ടം കറങ്ങുന്ന ഈ ലോകം നന്നേ അറിയുന്ന ഈ സാരഗർഭമായ സത്യം ലളിതമായെങ്കിലും രാജോചിതമായി അവർ പ്രസ്താവിച്ചു. പക്ഷേ അവിടുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. എൻ്റെ സ്വരത്തിൽ തർക്കം കലർന്നിരുന്നു. തീർച്ചയായും. കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി അവർ പുഞ്ചിരിച്ചു. വായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സൂക്ഷ്മതരമായ ഊർജത്തിൽ നിന്നും മേരുശിരസിലൂടെ ശരീരത്തെ ഊർജനിർഭരമാക്കുന്ന പ്രപഞ്ചശക്തിയിൽ നിന്നുമാണ് അവിടുത്തെ പോഷണം ലഭിക്കുന്നത്. ബാബയ്ക്കറിയാം. സ്നിഗ്ധവും സൗമ്യവുമായ രീതിയിൽ വീണ്ടും അവർ ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു. അമ്മേ, അവിടുത്തെ ചെറുപ്പകാലത്തെപ്പറ്റി എന്നോട് പറയൂ. ഭാരതത്തിന് മുഴുവനും കടലിനക്കരെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്കും അതിൽ അഗാധമായ താൽപ്പര്യമുണ്ടാകും. ഗിരിബാല അവരുടെ സ്വതസിദ്ധമായ വാക്സംയമനം ഒഴിവാക്കിക്കൊണ്ട് സംഭാഷണഭാവത്തിൻ്റെ ലാഘവം കൈക്കൊണ്ടു. അങ്ങനെ ആകട്ടെ. അവരുടെ ശബ്ദം പതിഞ്ഞതും സ്ഫുടവുമായിരുന്നു. ഞാൻ ഈ കാട്ടുപ്രദേശത്താണ് ജനിച്ചത്. എനിക്ക് ഭക്ഷണത്തോട് തീർത്താലും തീരാത്ത ആർത്തിയായിരുന്നുവെന്നതൊഴിച്ചാൽ എൻ്റെ കുട്ടിക്കാലം തീർത്തും സാധാരണമായിരുന്നു. എനിക്ക് ഏതാണ്ട് 9 വയസ്സായപ്പോൾ എൻ്റെ വിവാഹം നിശ്ചയിച്ചു. കുഞ്ഞേ, നിന്റെ ആർത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കൂ. എൻ്റെ അമ്മ പലപ്പോഴും എന്നെ താക്കീത് ചെയ്തിരുന്നു. നിന്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നീ അറിയാത്ത ആളുകളോടൊത്ത് താമസിക്കേണ്ട സമയം വരുമ്പോൾ നീ തീറ്റയിൽ മാത്രമായി ദിവസങ്ങൾ കഴിച്ചാൽ അവരെന്ത് വിചാരിക്കും? അവർ മുൻകൂട്ടി കണ്ട ദുരന്തം സംഭവിക്കുക തന്നെ ചെയ്തു. നവാബ്ഗഞ്ചിൽ ഭർത്താവിൻ്റെ ആളുകളോട് ചേർന്ന് താമസമായപ്പോൾ എനിക്ക് 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എൻ്റെ കലശലായ അത്യാർത്തിയുടെ സ്വഭാവം കാരണം എൻ്റെ അമ്മായിയമ്മ എന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നാണം കെടുത്തി. ഏതായാലും അവരുടെ ശകാരങ്ങൾ ഉർവശീശാപം ഉപകാരമായതുപോലെ അനുഗ്രഹമായി തീർന്നു. അവ
എന്നിൽ നിർലീനമായ ആത്മീയ പ്രവണതകളെ ഉണർത്തി. ഒരു പ്രഭാതത്തിൽ അവരുടെ അധിക്ഷേപം അതിക്രൂരമായിരുന്നു. ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആഹാരം കൈകൊണ്ട് തൊടുകയില്ലെന്ന് താമസിയാതെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. എൻ്റെ ഉള്ളുപിടഞ്ഞ് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മായിയമ്മ പരിഹസിച്ചു ചിരിച്ചു. അങ്ങനെയോ? അമിതമായി ആഹാരം കഴിക്കാതെ ജീവിക്കാനാവാത്ത നിനക്ക് ഒന്നും കഴിക്കാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? അവർ ചോദിച്ചു. എനിക്ക് ഉത്തരം മുട്ടി. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഉരുക്കുപോലൊരു തീരുമാനം കടന്നുകൂടി. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി ഞാൻ ജഗദീശ്വരനെ വിളിച്ചു. ഈശ്വരാ, ആഹാരത്താലല്ലാതെ അങ്ങയുടെ പ്രകാശത്താൽ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ഗുരുവിനെ അയച്ചു തരൂ. ഞാൻ നിർത്താതെ പ്രാർത്ഥിച്ചു. അത്യുത്കൃഷ്ടമായ ഒരു ആനന്ദാനുഭൂതി എന്നെ പൊതിഞ്ഞു. ആനന്ദ നിർവൃതിയിൽ ഞാൻ ഗംഗാതീരത്തെ നവാബ്ഗഞ്ച് സ്നാനഘട്ടത്തിലേക്ക് നടന്നു. വഴിയിൽ എൻ്റെ ഭർതൃകുടുംബത്തിൻ്റെ പുരോഹിതനെ ഞാൻ കണ്ടു. അഭിവന്ദ്യ ഗുരു, ആഹാരം കഴിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഉത്തരമൊന്നും പറയാതെ അദ്ദേഹം എന്നെ ഉറ്റുനോക്കി. ഒടുവിൽ സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു, കുട്ടി, ഇന്നു വൈകുന്നേരം ക്ഷേത്രത്തിൽ വരൂ. ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രത്യേക വൈദിക കർമ്മം നടത്താം. അവ്യക്തമായ ഈ ഉത്തരമായിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്. ഞാൻ സ്നാനഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു. പ്രഭാതസൂര്യൻ ജലത്തിലേക്ക് തുളച്ചിറങ്ങി. ദിവ്യമായ ഒരു ദീക്ഷാകരണത്തിനെന്ന വണ്ണം ഞാൻ ഗംഗയിലിറങ്ങി ദേഹശുദ്ധി വരുത്തി. നനഞ്ഞ വസ്ത്രത്തിൽ ഞാൻ നദീതീരം വിട്ടപ്പോൾ നിറഞ്ഞു പരന്ന പകൽ വെളിച്ചത്തിൽ എൻ്റെ ഗുരുദേവൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. സ്നേഹനിർഭരവും കരുണാർദ്രവുമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ അടിയന്തിരമായ പ്രാർത്ഥന നിറവേറ്റാൻ ജഗദീശ്വരൻ ഇവിടേക്ക് അയച്ച ഗുരുവാണ് ഞാൻ. നിന്റെ പ്രാർത്ഥനയുടെ തീരെ അസാധാരണമായ സ്വഭാവം അദ്ദേഹത്തെ അഗാധമായി സ്പർശിച്ചു. ഇന്നു മുതൽ നീ സൂക്ഷ്മപ്രകാശത്താൽ ജീവിക്കും. നിന്റെ ശരീരത്തിലെ ഓരോ പരമാണുവും അനന്തശക്തിപ്രവാഹത്താൽ പുനർപൂരണം ചെയ്യപ്പെടും. ഗിരിബാല മൗനം പൂണ്ടു. ഞാൻ മിസ്റ്റർ റൈറ്റിൻ്റെ പെൻസിലും പുസ്തകവും വാങ്ങി ഏതാനും വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ വിശുദ്ധദേവി കഥ തുടർന്നു. അവരുടെ സൗമ്യ ശബ്ദം കഷ്ടിച്ചേ കേൾക്കാമായിരുന്നുള്ളൂ. സ്നാനഘട്ടം വിജനമായിരുന്നു. എങ്കിലും ഇടയ്ക്കും മുറയ്ക്കും വരാനിടയുള്ള കുളിക്കാർ ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാനായി എൻ്റെ ഗുരു ഞങ്ങൾക്ക് ചുറ്റും പ്രകാശത്തിൻ്റെ ഒരു സംരക്ഷണ വലയം സൃഷ്ടിച്ചു. സാധാരണ മനുഷ്യർ കഴിക്കുന്ന സ്ഥൂലഭക്ഷണത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് ശരീരത്തെ വിമോചിപ്പിക്കുന്ന ഒരു ക്രിയാസങ്കേതത്തിൽ അദ്ദേഹം എനിക്ക് ദീക്ഷ തന്നു. ഈ മാർഗത്തിൽ ഒരു മന്ത്രവും സാധാരണക്കാരന് അനുഷ്ഠിക്കാൻ പ്രയാസമായ ഒരു പ്രാണായാമ വിധിയും ഉൾപ്പെടുന്നു. മരുന്നുകളോ ഇന്ദ്രജാലമോ ഒന്നുമില്ല. ആ ക്രിയ അല്ലാതെ മറ്റൊന്നുമില്ല. അറിഞ്ഞുകൊണ്ടല്ലാതെ എന്നെ അയാളുടെ രീതികൾ പഠിപ്പിച്ച ഒരു അമേരിക്കക്കാരൻ പത്രപ്രവർത്തകന്റെ മാതിരി ലോകർക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതിയ കാര്യങ്ങൾ ഗിരിബാലയോട് ഞാൻ ചോദിച്ചു. ഇനി പറയുന്ന വിവരങ്ങൾ അവർ കുറേശ്ശെയായി നൽകി. എനിക്ക് കുട്ടികളുണ്ടായില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വിധവയായി. ഉറക്കവും ഉണർവും എനിക്ക് ഒന്നുപോലെയായതിനാൽ ഞാൻ വളരെ കുറച്ചേ ഉറങ്ങുകയുള്ളൂ. പകൽ വീട്ടുജോലികൾ ചെയ്തുകൊണ്ട് ഞാൻ രാത്രിയിൽ ധ്യാനിക്കും. ഋതുക്കൾ മാറുമ്പോഴുള്ള കാലാവസ്ഥാ വ്യത്യാസം വളരെ ലഘുവായേ എനിക്ക് അനുഭവപ്പെടുകയുള്ളൂ. എനിക്ക് ഒരിക്കലും അസുഖം വരികയോ എന്തെങ്കിലും രോഗം ബാധിക്കുകയോ ഉണ്ടായിട്ടില്ല. എതിർച്ഛയാ മുറിവേറ്റാൽ അല്പമായ വേദനയെ അനുഭവപ്പെടാറുള്ളൂ. എനിക്ക് ശാരീരിക വിസർജ്യങ്ങളില്ല. എൻ്റെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ ഗുരുവിൻ്റെയും മറ്റു മഹാത്മാക്കളുടെയും ദർശനം എനിക്ക് ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. അമ്മേ, ആഹാരം കഴിക്കാതെ ജീവിക്കാനുള്ള മാർഗം അവിടുന്ന് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാത്തത്? ലോകത്തെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി എന്നിലുയർന്ന എൻ്റെ കടന്ന പ്രതീക്ഷകൾ പെട്ടെന്ന് തകർന്നു. അവർ നിഷേധാത്മകമായി തലകുലുക്കി. പാടില്ല.
ഈ രഹസ്യം പുറത്തുവിടരുതെന്ന് എൻ്റെ ഗുരു കർശനമായി ആജ്ഞാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈശ്വരൻ്റെ സൃഷ്ടിയുടെ നാടകത്തിൽ കൈകടത്തുന്നതിന് ഇച്ഛിക്കുന്നില്ല. ആഹാരമില്ലാതെ ജീവിക്കാൻ ധാരാളം ആളുകളെ പഠിപ്പിച്ചാൽ കൃഷിക്കാർക്ക് കൃതജ്ഞതയായിരിക്കില്ല എന്നോട് തോന്നുക. മധുരോദാരമായ പഴങ്ങൾ ആർക്കും വേണ്ടാതെ മണ്ണിൽ കിടക്കും. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തേടാൻ നമ്മെ ആത്യന്തികമായി നിർബന്ധിതരാക്കുന്ന നമ്മുടെ കർമ്മത്തിൻ്റെ ചാട്ടവാറടികളാണ് ദുരിതവും പട്ടിണിയും രോഗവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മേ, ഭക്ഷണം കൂടാതെ ഇങ്ങനെ ജീവിക്കുവാൻ അവിടുത്തെ മാത്രം തിരഞ്ഞെടുത്തതിൻ്റെ പ്രയോജനമെന്താണ്? ഞാൻ സാവകാശം ചോദിച്ചു. മനുഷ്യൻ ആത്മാവാണെന്ന് തെളിയിക്കാൻ. അവരുടെ മുഖം ജ്ഞാനത്താൽ പ്രകാശിച്ചു. ആധ്യാത്മികമായ പുരോഗതി നേടിയാൽ ആഹാരം കൊണ്ടല്ല, നിത്യപ്രകാശത്താൽ ജീവിക്കാൻ അവന് ക്രമേണ പഠിക്കാമെന്ന് കാട്ടിക്കൊടുക്കുവാൻ. ആ വിശുദ്ധ മഹതി ഗാഠസമാധിയിൽ മുഴുകി. അവരുടെ ദൃഷ്ടി അന്തർമുഖമായി. അവരുടെ കണ്ണുകളുടെ സൗമ്യഗഹനത നിശ്ചേതനമായി. ശ്വാസരഹിതവും പരമാനന്ദമയവുമായ സമാധി അവസ്ഥയുടെ മുന്നോടിയായി അവർ ഒരു പ്രത്യേക നിശ്വാസം ഉതിർത്തു. ചോദ്യമില്ലാത്ത ഒരു സാമ്രാജ്യത്തിലേക്ക്, ആന്തരിക സന്തുഷ്ടിയുടെ ഒരു സ്വർഗത്തേക്ക് അവർ കുറച്ചു സമയത്തേക്ക് പറന്നകന്നു കഴിഞ്ഞിരുന്നു. മധ്യരേഖാപ്രദേശത്തെ ഇരുട്ട് അവിടെ വീണിരുന്നു. നിലത്ത് നിഴലിൽ നിശബ്ദരായിരുന്ന ഗ്രാമീണരുടെ മേൽ ചെറിയ മണ്ണെണ്ണ വിളക്ക് ഇടയ്ക്കിടെ മങ്ങിത്തെളിഞ്ഞു. തെന്നി നീങ്ങിയ മിന്നാമിനുങ്ങുകളും അകലെ കുടിലുകളിലെ എണ്ണവിളക്കുകളും മൃദുലമോഹനമായ രാത്രിയുടെ മേൽ വിചിത്രമായ രൂപശില്പങ്ങൾ നെയ്തുകൊണ്ടിരുന്നു. വേർപാടിൻ്റെ വേദനാജനകമായ മുഹൂർത്തമായി. തീരെ സാവകാശം മാത്രം പോകാൻ കഴിയുന്ന ശ്രമകരമായ ഒരു യാത്ര ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. ആ സിദ്ധ കണ്ണു തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരിബാല, എനിക്ക് ഓർമ്മയ്ക്കായി എന്തെങ്കിലും തരൂ. അവിടുത്തെ ചേലയുടെ ഒരു കഷ്ണം. അവർ ഒരു കഷ്ണം കാശിപ്പട്ടുമായി വേഗം മടങ്ങിയെത്തി. അത് കയ്യിൽ വച്ച് നീട്ടിക്കൊണ്ട് അവർ പെട്ടെന്ന് ദീർഘദണ്ഡം നമസ്കരിച്ചു. ഭക്ത്യാദരങ്ങളോടെ ഞാൻ പറഞ്ഞു, അമ്മേ, അവിടുത്തെ വിശുദ്ധപാദങ്ങൾ തൊട്ടു വന്ദിക്കാൻ എന്നെയാണ് അനുവദിക്കേണ്ടത്.